ഇടിയൻ ചക്ക വിഷുവിന് കണി വെക്കാൻ എടുത്തതാണ്. കണി വെച്ച ഇടിയൻ ചക്കയാണ്. അത് ഇത്തിരി ചൊളയും കുരുവും ഇതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതാണ് നല്ലത്. നമുക്ക് കടിക്കാനും ഇതൊക്കെ കിട്ടും. ഇത് നമുക്ക് തോരൻ വെക്കാം. ഇടിയൻ ചക്ക അത് ചെത്തി ഇതാക്കി എടുത്തു. ചെത്തിയൊക്കെ കഴുകിയെടുത്ത് ഇത് നുറുക്കി കുക്കറിലിട്ട് ഒരു വിസിലൊന്നും വേണ്ട, പെട്ടെന്ന് വേവും. കുക്കറിലിടാം നമുക്ക്. ഇത് തോരൻ ഉണ്ടാക്കാം. മുതിര കൂട്ടി അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ നാളികേരമൊക്കെ ചിരകിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇത് നമുക്ക് കട്ട്ലേറ്റ് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇടിയൻ ചക്ക നല്ലതാണ്. ഇത് നോക്കി അതുപോലെ ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയാണ് വെച്ചാൽ നമ്മളിത് വെന്ത് കഴിയുമ്പോൾ ഉടച്ച് എടുക്കുകയാണ് ചെയ്യുക. പണ്ടൊക്കെ അമ്മമാർ എന്തിട്ട് ചെയ്യുമെങ്കിൽ ഉരലിട്ട് ഇടിക്കും. ഇടിയൻ ചക്ക ഇടിച്ചെടുക്കുക എന്നാണ് പറയുക. വേവിച്ചിട്ട് അവർ ചട്ടിക്കാലത്തിലൊക്കെ ഇട്ട് വേവിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിക്കും. എന്നിട്ട് ഉരലിട്ട് ഇടിക്കും. ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ച് ഇതാക്കി എടുക്കും. അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് തിരുമ്മി ഇതാക്കി എടുത്താൽ മതി വെന്ത് കഴിയുമ്പോൾ. എന്നിട്ട് നമുക്ക് തോരൻ ചക്ക ഇന്നലെ ഞാൻ ചെത്തി നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അതിപ്പോൾ നമ്മൾ എടുത്ത് തണവൊക്കെ കളഞ്ഞ് കുക്കറിലിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. എന്നിട്ട് അതിങ്ങനെ അമർച്ചതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്കറിൽ വെച്ച് വേവിക്കാം. ഒരു വിസിലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചട്ടിക്കലത്തിലൊക്കെ ഇടുമ്പോൾ ഇത്തിരി താമസം വരും. അല്ലെങ്കിൽ ചട്ടിയിലിട്ടാലും മതിയായിരുന്നു. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമുക്കിത് ആവി കളഞ്ഞെടുക്കാം. നമുക്ക് വേവിക്കാൻ വയ്ക്കാതെ. ചക്ക വെന്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കൂഞ്ഞിയാണ്. ഇപ്പം കൂഞ്ഞി നന്നായിട്ട് ഇതാവാന്നുണ്ടെങ്കിൽ കൂഞ്ഞി വെന്തു. ഒരു വിസിൽ ഇതായപ്പോൾ ഓഫാക്കിയതാണ്. ഞാൻ ഇത് വെയിറ്റ് ഊരി വിസിലൊക്കെ നന്നായിട്ട് കളഞ്ഞ് എടുത്തു. കുറച്ച് നേരം കൂടി ഇരുന്നാൽ നന്നായിട്ട് അപ്പോൾ വേവ് കൂടും. ചക്ക ഇത് ഇതേപോലെ വെന്തു. നമുക്കിതിനെ കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ മതി. പൊടിച്ചെടുത്ത് ഞാൻ ഇത് കുറച്ചിത് അപ്പടിയൊന്നും എടുക്കില്ല കേട്ടോ. കുറച്ചെടുക്കുള്ളൂ. ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുക്കാം. ഇത് അപ്പടിയൊന്നും ആവശ്യമില്ല. എന്നുവെച്ചാൽ ഇടിയൻ ചക്ക അങ്ങനെ ചെത്ത കയ്യിലും കത്തിയിലും ഇതൊക്കെ പശയാവണമല്ലേ. അപ്പോൾ അത് ഒരെണ്ണം ചെത്തി നുറുക്കി എടുത്തതാണ്. അപ്പോൾ അത് വേവിച്ചാൽ നമുക്കത് കുറച്ച് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇത്രയ്ക്ക് ഉള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളിയും വെളുത്തുള്ളിയായിട്ട് അത് ചതച്ച് കാച്ചെടുക്കാം. പിന്നെ കുറച്ച് നാളികേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരട്ടേന്ന് വിട്ട് ഇതായതാണ്. അപ്പം ഞാനത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. ചിരകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അത് ചിരട്ടേന്ന് വിട്ടത് ഞാൻ പൊടിച്ചെടുത്തു മിക്സിയിലിട്ട്. ഒരു മുറിയിൽ കൂടുതലുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. തോരൻ വെക്കണേലേക്ക് ഇടുക. മുതിര ഇന്നലെ വെള്ളത്തിലിടാൻ മറന്നു. അതുകൊണ്ട് മുതിര പിന്നീട് എടുക്കുമ്പോൾ എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതേപോലെ ചൂടാറിയാൽ നമുക്ക് കൈ കൊണ്ട് തിരുമ്മി ഇതാക്കാം. ചോളയും കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കടിക്കാൻ നല്ലതാണ്. ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ ചൂടാറട്ടെ. അപ്പോൾ കൈ കൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം നന്നായിട്ട്. ഉള്ളി ചതച്ചെടുക്കാം നമുക്ക്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഞാൻ ഇങ്ങനെ ഇട്ട് ചതക്കാന്ന് വെച്ചാൽ ഉള്ളി വല്ലാണ്ട് അങ്ങടെ ഇതായി ചതയണ്ടാന്ന് വെച്ചിട്ടാണ്. പണ്ടൊക്കെ അമ്മിയിലും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചതച്ചെടുക്കുക അമ്മിക്കുഴക്കല്ലുകൊണ്ട്. പിന്നെ ഞാൻ കുഞ്ഞാട്ടുകല്ലിൻ്റെ ഇത് മേടിച്ച് അപ്പോൾ ആ കുഞ്ഞാട്ടുകല്ലിലായി ചതക്കൽ. അത് ഇടുമ്പോൾ തെറിച്ചൊക്കെ പോവും. ഇതാവുമ്പോൾ വേഗം നമുക്കത് ചതച്ച് എടുക്കാം. പിന്നെ അല്ലാണ്ട് ചതഞ്ഞ് പോയാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല ശരിക്ക്. നമുക്ക് ഇടിയൻ ചക്ക തോരന്
വെളിച്ചെണ്ണ കുറച്ചൊഴിക്കുക ഉരുളിയിൽ. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് കടലപ്പരിപ്പ്, എന്നിട്ട് പൊട്ടട്ടെ. 4 ചെറിയ വറ്റൽമുളക്, ഉള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, ഉള്ളി ചതച്ചത് അതിന് ശരിക്കും ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഉള്ളി മൂക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂക്കട്ട് നമുക്ക് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇടിയൻ ചക്കൊക്കെ നല്ലതാണ്. പിന്നെ എന്താ വെച്ചാൽ ചെത്തി എടുക്കാനൊക്കെ ഇത്തിരി മടിയാവും. എനിക്ക് മടിയാണ് കേട്ടോ ഇടിയൻ ചക്ക ചെത്താൻ. ചക്കൊക്കെ വേണ്ടത് ഇപ്പോൾ മൂത്ത് കിടക്കുന്നുണ്ട്. ചക്കയിൽ പണിയാൻ കൊള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടില്ല. അത് തൊണ്ട് കളഞ്ഞ് അതൊക്കെ എടുക്കുക വേണ്ടു. ചക്ക എന്ന് പറഞ്ഞ സാധനം ചക്ക തിന്നാൻ നല്ല ഇതാണ്, പക്ഷേ അതിൽ പണിയെടുക്കാനാണ് മടി. ഇതിലേക്ക് നമുക്ക് മോന് ഭയങ്കര ഇഷ്ടമാണ് ഇടിയൻ ചക്കയൊക്കെ വെച്ച് കൊടുക്കാൻ പൊട്ടണമെങ്കിൽ. അവനല്ല ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് മടിയാണ്. കുറച്ച് മുളക് നുറുക്കിയത് മതി, നല്ല എരിവുള്ള മുളകാണ്. വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നി, അപ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചുമക്കട്ടെ മുളക് നോക്കി. മുതിര ഇത്തിരി മുതിരയും കൂടി ഇട്ടാൽ നല്ലതായിരുന്നു. മുതിര വെള്ളത്തിലിടാൻ മറന്നു പോയി ഇന്നലെ. ഇനി വയ്ക്കുമ്പോൾ മുതിരിട്ട് വയ്ക്കാം. അപ്പം നല്ലതൊക്കെ മുറി ഇതായി. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചക്ക. ഇത് നമുക്ക് അപ്പടി വേണ്ട, കുറച്ച് പകുതി എടുക്കാം. കുരുവും ചോളയൊക്കെ ഇത്തിരി വലിപ്പം വെച്ചു നന്നായിട്ട് വെന്തറിൻ്റെ കുരുവൊക്കെ ഇല്ലേ. എന്നിട്ടത് നമ്മൾ കണി വയ്ക്കാനായിട്ട് ഇട്ടാണല്ലോ. ഇതിനേലും ഇത്തിരി കൂടി ചെറുതാണ് ഇടിയൻ ചക്ക. കുറച്ചുകൂടി ഇട്ട് നോക്കാം. ഉപ്പ് കുറവാന്നല്ലേ പറഞ്ഞ? ഇത് മതിയില്ലേ? അല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം.
നമ്മൾ നാളികേരം ചതച്ച് വെച്ചത് കണ്ടല്ലോ, അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് ഇളക്കി കൂട്ടി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം, ഒന്ന് ആവി കയറിക്കോട്ടെ. അപ്പോൾ ആവി കയറിയിട്ട് നമുക്ക് തുറന്നു വീണ്ടും ഒന്നുകൂടി ഇളക്കി ഉപ്പൊക്കെ നോക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക തോരൻ ആവിയൊക്കെ കയറി ശരിക്കും വെന്തതാണ്, ഒന്ന് ആവി കയറുക വേണ്ടു. അപ്പം അത് റെഡിയായി. കുക്കറിലിട്ട കാരണം നന്നായിട്ട് വെന്തു. കുക്കറിലിടേണ്ട ആവശ്യമില്ല, നമുക്ക് ചട്ടിക്കലത്തിലൊക്കെ വെച്ച് വേവിച്ചാൽ മതി. നന്നായിട്ട് വെന്ത് ആവി കയറി ഇതായി. നമുക്ക് ഉപ്പ് നോക്കാം ഒന്നുകൂടി. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അല്ല കടലപ്പരിപ്പ് ഓരോന്ന് അതും കടിക്കാൻ കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇടിയും ചക്ക തോരൻ റെഡിയായി. ഇത് ഇടിയൻ ചക്ക കൊണ്ട് ഞാൻ പറഞ്ഞു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. നമുക്ക് വേറെ വേറെ സംഭവങ്ങളൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടയിൽ കൊണ്ട് ചെത്താനും ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, മടിയാവും. ബുദ്ധിമുട്ടില്ല, മടിയാണ്. അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക തോരൻ റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ശ്രമിച്ച് നോക്കുക. ഇപ്പോഴൊക്കെ ഇടിയൻ ചക്ക ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ വണ്ടികളിൽ ചക്ക നമുക്ക് ഒന്നും കളയാനില്ല. ഇപ്പം ചക്കയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് കൂടിയേക്കാണ്. എന്നുവെച്ചാൽ ഈ ചക്ക പൊടിച്ച് മൂത്ത ചക്ക ഉണക്കി പൊടിച്ച് അങ്ങനെ എടുക്കുക, പൗഡറാക്കി അങ്ങനെ വെക്കുന്നുണ്ട്. അതേപോലെ ഇടിയൻ ചക്ക, മൂത്ത ചക്കയും കൊത്തച്ചക്കയും ഇതൊക്കെ വണ്ടികളിൽ കൊണ്ടുപോകണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചക്കപ്ലാവിൽ വേറെ എടുക്കുന്നുണ്ട് വേണ്ടത്. അപ്പോൾ എൻ്റെക്ക് ആൾക്കാർ ചോദിച്ചത് കൊടുത്തുകൂടെയെന്ന്. അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. വല്ല പക്ഷികളൊക്കെ തിന്നണത് അവറ്റങ്ങൾ തിന്നോട്ടെ. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ചക്ക കിട്ടില്ല. അപ്പോൾ കാരണം ഞാൻ കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ഇത് നല്ല ഇതായി. ചക്ക നമുക്കും ഉണക്കിയൊക്കെ വയ്ക്കാം. ഞങ്ങൾ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ചക്ക നന്നായിട്ട് ചക്ക ഉണ്ടാവുന്ന സമയത്ത് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്കയുടെ സീസൺ കഴിയുമ്പോൾ എടുക്കാം. തലേദിവസം ഇത്തിരി ആവശ്യത്തിന് വെള്ളത്തിലിട്ട് വെച്ചേർന്ന് കുതിർത്തി ഒക്കെ എടുത്ത് വയ്ക്കാം. സ്റ്റവ് ഓഫാക്കി. അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക തോരൻ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. തോരൻ പാകായി, ഇത് ഉപ്പും ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഇടിയൻ ചക്ക കൊണ്ട് പലത് സംഭവങ്ങളും ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ല, കട്ട്ലേറ്റ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാക്കാം. ഇടിയൻ ചക്ക എനിക്ക് എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് പറയാൻ അറിയില്ല. ഉപ്പൊക്കെ ഉണ്ട്, നന്നായിട്ട് വെന്തതായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. ഇടിയൻ ചക്ക ഉണക്കി ഒക്കെ വയ്ക്കുന്നുണ്ട്. അതിങ്ങനെ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാനും വലിയവർക്കായാലും ഇതൊക്കെ പല ഇതായിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് പറയുന്നത്. അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ശ്രമിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ പറയാം, അഭിപ്രായം പറയാം.